അൻസാർ സൂരി ആലപ്പി ലാസ്റ്റ് ടി ഫാമിലിനെ കുറിച്ചിട്ട് പുള്ളി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ റിയാക്ട് ചെയ്തത് ലാസ്റ്റ് നമ്മളൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആരോ കമൻറ്റ് ബോക്സിലൂടെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി അത്യാവശ്യം എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ട് നല്ല രീതിയിൽ വിശകലനം ചെയ്തിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു കാര്യത്തിൽ മാത്രം പുള്ളിക്ക് ഇച്ചിരി അതിര് കടന്നു പോയി എന്ന് ലാസ്റ്റ് ടി ഫാമിലിയുടെ റിയാക്ട് ചെയ്ത് ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കിന് ആ ഇട്ട കമൻറ്റ് ഇട്ട ആളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നീട് റീസെൻ്റ്ലി ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ടൊരു വീഡിയോ ആണ്. അതായത് നമ്മുടെ സലീം കുമാർ ചേട്ടനാണെങ്കിൽ ഈ പറയുന്ന ഒരു മനോരമ ന്യൂസിന് കൊടുത്തേക്കുന്ന ഒരു കുറച്ച് ബൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഒപ്പം പറയുന്നൊരു സാധനമായിരുന്നു ഈ സ്വർഗം റിലേറ്റഡ് ഒരു സാധനം. അപ്പോൾ ഇത് റിയാക്ട് ചെയ്തിട്ട് നമ്മുടെ അൻസാർ സൂരി ആലപ്പി പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ മതം എന്ന് പറയുന്ന സാധനം പുള്ളി കുറേ സംസാരിക്കുന്നത് ഇതൊക്കെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി കാണിച്ചു കൂട്ടുന്ന കുറേ പരിപാടികളായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, എന്താ വിഷയം എന്നുള്ളത് അതിലായിട്ട് നമുക്ക് കൂടുതലായിട്ട് വരാം. എന്തായാലും നമുക്ക് സലീമേട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. ശരിക്കും അങ്ങനെ അമ്മയുമായിട്ട് സംസാരിക്കാൻ പറ്റിയാൽ എന്തായിരിക്കും സലീംകുമാർ ചോദിക്കുക? ഒന്നുമില്ല, എന്താണ് അവിടെ അമ്മ? ഇവിടെ പലരും പറയുന്നുണ്ട് അവിടെ സ്വർഗമുണ്ട് നഗരമുണ്ട് എന്നൊക്കെ. അങ്ങനെ വല്ലതും ഉണ്ടാ? ഇന്നാളൊരു മൊല്ലാക്ക പറയണ്ടായിരുന്നു സ്വർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴകളാണത്രേ. ഒന്ന് തേനിന്റെ പുഴ, ഒന്ന് പാലിന്റെ പുഴ, ഒന്ന് മദ്യത്തിന്റെ. എന്ത് വൃത്തികേടായിരിക്കും പുഴയെ കൂടി പാലൊഴുകി വന്നത്. അതൊക്കെ നമ്മൾ ഒരു കുപ്പിയിൽ വാങ്ങിക്കുമ്പോൾ അല്ലേ അതിന്റെ സൗന്ദര്യമുള്ളൂ. ഓക്കെ, അപ്പം ഇതിനകത്ത് പറഞ്ഞൊരു സാധനമാണ് സ്വർഗം എന്ന് പറയുന്ന സാധനം. ലാസ്റ്റ് ഒരു ഉസ്താദ് പറഞ്ഞേക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് സലീമേട്ടൻ. ഉള്ള കാര്യമില്ല. ഈ സ്വർഗം എന്ന് പറയുന്ന സാധനമൊക്കെ ഉള്ളതാ. നിങ്ങൾ ആരെങ്കിലും ഒക്കെ കണ്ടിട്ട് വന്നിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ അവിടെ പാലൊഴുകുന്നു, തേനൊഴുകുന്നു, മദ്യം ഒഴുകുന്നു. ഇതെന്തോന്ന് ഇത്? അപ്പം ഇതിനെ റിയാക്ട് ചെയ്തിട്ടാണ് ഈ പറയുന്ന നമ്മുടെ അൻസാർ സുരി ആലപ്പി റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടുള്ളത്. അപ്പം പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ ആദ്യം പുള്ളിയാണ് ഒരു പാൽക്കുപ്പിയൊക്കെ പിടിച്ചുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊന്നും വെക്കുന്നില്ല. നമ്മൾ ഇതിനകത്ത് പ്രസക്തമായിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രം വെക്കുക. കാര്യം മറ്റേതൊക്കെ വെച്ച് വെറുതെ ലിങ്ക് കൂട്ടണ്ട, അതുകൊണ്ട് മാത്രം. സ്വർഗം എന്ന് പറഞ്ഞ എന്താണ്? ഇവിടെ ഉള്ളതിനേക്കാൾ ഇവിടെ നമുക്ക് ലഭിക്കാത്തതിന്റെ അപ്പുറമുള്ള അനുഭൂതിയും സന്തോഷവും തരുന്നതാണ് സ്വർഗം എന്നുള്ളത്. സിനിമാറേട്ട ഒരു കുപ്പി പാലിന് വേണ്ടിയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ട? ആ ദൈവം ഇത്രയും ദാരിദ്ര്യം പിടിച്ചവരാണ്. വേണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കാനും 3-4 കുപ്പി പാല്. നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ നമ്മൾ പ്രതീക്ഷക്കൊക്കെ അപ്പുറം നൽകുമ്പോഴല്ലേ അതിന് അനുഭൂതിയെന്നും അല്ലെങ്കിൽ സ്വർഗത്തിന്റെ അനുഭൂതി എന്നൊക്കെ പറയാൻ കഴിയുക. ഒരു കുപ്പി പാലിന് വേണ്ടി നമ്മൾ സ്വർഗത്തിൽ പോകണ കാര്യമുണ്ട? ശരിയാ, ഒരു കുപ്പി പാലിന് വേണ്ടിയിട്ട് നമ്മൾ സ്വർഗത്തിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പം എനിക്ക് ഈ ഉസ്താദിൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ പോഷകാഹാരം കിട്ടാത്തതിൻ്റെ പേരിൽ ഒരുപാട് കുട്ടികൾക്ക് നല്ല രീതിയിൽ നല്ല ആരോഗ്യമില്ലാത്തതിൻ്റെ പേരിലൊക്കെ ആണെങ്കിൽ മരണപ്പെടുന്ന പോയിട്ട് കുറേ കേസസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ ഈ പാല് ഇങ്ങനെ ഒഴുകി വരുന്ന നദിയുണ്ട്, അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ഇതുണ്ട്, ഈ പറഞ്ഞ തേൻ്റെ ഉണ്ടെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഈ സ്വർഗത്തിൽ നമ്മൾ മരണപ്പെട്ടതിന് ശേഷം അവിടെ പാൽ ഒഴുകി വിട്ടിട്ട് എന്താണ് കാര്യം? ആ സാധനം നമ്മുടെ ഈ ഭൂമിയിൽ ഒഴുക്കി വിട്ടാലല്ല ഉള്ളൂ. ഈ പോഷകാഹാരത്തിൻ്റെ കുറവ് ആ പാല് കുടിച്ചെങ്കിൽ കുറച്ച് കുട്ടികൾക്കൊക്കെ മാറൂലേ? ഭൂമിയിലില്ലാത്ത കാര്യം നമുക്ക് അവിടെ കിട്ടുമെന്ന് എന്ത് പ്രയോജനം അവിടെ? അപ്പം പെട്ടെന്ന് ഇവിടെ ജീവിതത്തിൽ കുറേ പൈസ കാര്യങ്ങളൊക്കെ ഇല്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ആൾക്കാർ പോയിട്ട് നേരെ ആത്മഹത്യ ചെയ്താൽ പോരെ? നേരെ അവിടെ പോയിട്ട് പാലഭിഷേകം കിട്ടൂലേ? ശ്രീമട്ട എന്തിനാണ് ഈ മറ്റുള്ളവരുടെ വിഷയത്തിൽ നമ്മൾ ആശങ്കപ്പെടുന്നത്? ഈ സ്വർഗത്തിന്റെ അനുഭൂതികളെ കുറിച്ച് വിശ്വസിക്കുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തെ സ്വർഗീയ അനുഭൂതിയുടെ പേരിൽ അവിടെ അതുണ്ട്, അവിടെ ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരിഹസിക്കുമ്പോഴും ഇതൊക്കെ ലഭ്യമാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ആ സമൂഹത്തോട് ദൈവം പറഞ്ഞതെന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ ശ്രീമേട്ട പഠിച്ചിട്ടുണ്ടോ? അപ്പൊ സ്വർഗത്തിൽ ചെന്നാൽ തേനിന്റെ പുഴ, പാലിന്റെ പുഴ, ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും എന്ന് വേദഗ്രന്ഥങ്ങളിൽ പറയുന്നു. ഇത് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അങ്ങോട്ട് മരിച്ചു എന്ന് പറഞ്ഞിങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതല്ല, മറിച്ച് ഇത് ആർക്കാണ് തരാമെന്ന് പറഞ്ഞത്? ആരോടാണ് വാഗ്ദത്തം ചെയ്തത്? എന്ത് ചെയ്തെങ്കിലാണ് ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഈ വേദം നിങ്ങളോട് പറഞ്ഞത്? നിങ്ങളുടെ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കണേ. നിങ്ങളുടെ സ്വർഗം പോലും ആ മാതാവിന്റെ കാൽച്ചോട്ടിലാണ്. അത്രത്തോളം മഹത്വമുള്ളവരാണ് അവർ എന്ന് പറഞ്ഞു. അവരെ സംരക്ഷിക്കുന്നവർക്ക് വാസസ്ഥലം സ്വർഗമാണെന്ന് പറഞ്ഞു. നിങ്ങൾ അനാഥകൾ, വിധവകൾ, ഇവരെ നിങ്ങൾ സംരക്ഷിക്കണേ, ചേർത്ത് പിടിക്കണേ. നിങ്ങൾ മദ്യപിക്കരുത്. മദ്യപാനം കൊണ്ട് നിങ്ങൾക്ക് മാത്രമല്ല സമൂഹത്തിന് മുഴുവൻ ദ്രോഹമാണ്. ഇപ്പം അദ്ദേഹം പറയുന്നത് സ്വർഗത്തിൽ പോവുക എന്ന് പറയുന്നത് എങ്ങനെയുള്ള ആൾക്കാരാ പോവുക എന്നുള്ളത്. അതായത് സ്വർഗം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് ഈ ഉസ്താദ് സ്വർഗത്തിൽ പോയിട്ട് അവിടെ എല്ലാവരെയൊക്കെ കണ്ടിട്ട് അവിടെയൊക്കെ ഇടയ്ക്കൊന്ന് എൻജോയ് ചെയ്തിട്ട് ട്രിപ്പൊക്കെ പോയിട്ട് പുള്ളി വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് പറയുന്നത് അവിടെ സ്വർഗമുണ്ട്, അവിടെ പാൽ ഒഴുകുന്നുണ്ട്. പുള്ളി വളരെ കൃത്യമായിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു അവിടെ പോയിട്ടൊരു വ്ളോഗ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൂടെ ഇതൊക്കെ കാണാമായിരുന്നു. കാര്യം നമുക്ക് അവിടെ പോകാൻ വേണ്ടിയിട്ട് നന്മ ചെയ്താൽ മതിയല്ലോ. അപ്പം ഇങ്ങനെ തിന്മകൾ ചെയ്യാത്ത ആളുകൾ, നന്മകൾ മാത്രം ചെയ്യുന്ന ആളുകളാണ് ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്നത്. ഇപ്പം ഒപ്പം പറയുന്നൊരു കാര്യമാണ് മാതാപിതാക്കളെ ഭദ്രമായിട്ട് സൂക്ഷിക്കണേ.
അനാഥരെ നമ്മൾ കാക്കണം, ഈ പറയുന്ന പോലെ വേറെ തെറ്റായിട്ടൊന്നും പോകരുത്, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ മാതാപിതാക്കളെ നോക്കരുത് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ തെറ്റായ രീതിയിലേക്ക് പോകുന്നവരാണെങ്കിൽ ഇന്നതിന് നമ്മുടെ നാട്ടിൽ നിയമത്തിൻ്റെ എല്ലാവിധ എന്താ പറയുക ആനുകൂല്യങ്ങളും ഉണ്ട് ഈ പറയുന്ന മാതാപിതാക്കൾക്ക്. അതായത് ഇപ്പം പ്രായമായതിനു ശേഷം ഈ പറയുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് സ്വത്തും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തതിന് ശേഷം ഈ മക്കൾ ഈ അച്ഛനമ്മമാരെ ആണെങ്കിൽ അടിച്ച് വീട്ടിൽ നടക്കുന്ന കുറേ കേസൊക്കെ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം അധികം അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പം ഇങ്ങനെ വന്നപ്പം പിന്നീട് വന്നൊക്കെ നമുക്കൊരു നിയമം ഉണ്ടായിരുന്നു. അതായത് മാതാപിതാക്കൾക്ക് മക്കൾക്ക് എഴുതി കൊടുത്ത സ്വത്തുവകകൾ പിന്നീട് തിരിച്ചെടുക്കാനുള്ള റൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മക്കൾ അങ്ങനെ തിന്മ ചെയ്താലും തിരിച്ച് കിട്ടാനൊക്കെ ഉണ്ട്, ഇങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനിത് ഇവിടെ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വർഗം എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഉണ്ട്. അവിടെ പോകണമെങ്കിൽ നമ്മൾ നന്മകൾ ചെയ്യണം, തിന്മകൾ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഇട്ടത് ആദിമ മനുഷ്യൻ സമൂഹമായിട്ട് ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം തെറ്റുകളിലേക്ക് അധികമായിട്ട് പോയപ്പോഴത്തേക്കിന് അവരുടെ ഉള്ളിലോട്ട് ആദ്യം പേടി എന്ന് പറയുന്നൊരു സാധനം ഇട്ട് കൊടുത്തു. അവിടെയാണ് ഈ നരകവും സ്വർഗവും വന്നത്. ലാസ്റ്റ് നിങ്ങൾ വരെ ടി ഫാമിലിയോട് പറഞ്ഞത് നരകം എന്നുള്ളൊരു സാധനമാണല്ലോ പറഞ്ഞത്. ഈ നരകത്തിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിശ്വാസം എന്ന് പറയുന്ന ഒരു സാധനം ഇട്ട് അവരുടെ മനസ്സിൽ പേടി കൊടുത്തു. ആ പേടിയിലൂടെ കുറേ ആൾക്കാർ അയ്യോ ഇങ്ങനെ സംഭവിക്കും എന്ന് പേടിച്ചല്ല, നമുക്ക് സ്വർഗത്തിൽ തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് തിന്മകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പരിപാടി കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, അന്നത് നമ്മുടെ സമൂഹത്തിന് ആവശ്യമായിരുന്നു. ഇന്ന് അതിൻ്റെ ആവശ്യം അത്രത്തോളം ഇല്ല. കാരണം ഇന്ന് ആ ഒരു വിശ്വാസം എന്നൊക്കെ പറയുന്ന ആൾക്കാർ അത്രത്തോളം വിശ്വാസത്തിൻ്റെ ഈ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ വളരെ കുറവാണ്. ഈ പറയുന്ന നിങ്ങൾ പറയുന്ന ഭ്രാന്തമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഓക്കെ, അപ്പം ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന നിയമത്തിൻ്റെ സാധ്യതകൾ കാര്യങ്ങളൊക്കെ ഉള്ളിടത്തോളം കാലം ഈ പറയുന്ന മാതാപിതാക്കളെ നോക്കണമെന്ന് പ്രത്യേകപരമായിട്ട് ഒരു വിശ്വാസത്തിൻ്റെ രീതിയിൽ നിങ്ങളിങ്ങനെ പറയേണ്ട ആവശ്യകത വരുന്നില്ല. കാര്യം സ്വർഗത്തിൽ പോകണമെങ്കിൽ മാതാപിതാക്കളെ നോക്കണം, സ്വർഗത്തിൽ പോകണ്ട നമുക്ക് നരകത്തിൽ പോയാൽ മതി. അപ്പോൾ പിന്നെ മാതാപിതാക്കളെ നമുക്ക് നോക്കണ്ടല്ലോ. എടി അതിനൊക്കെ ഇപ്പം ഇന്ന് ഈ ഒരു നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ വർഷം 2024 ഇതിനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കളെ നോക്കാതെ മക്കൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സാധനമാണ് നിങ്ങൾ ഈ പറഞ്ഞ സ്വർഗം നരകം എന്നൊക്കെ ഒരു സാധനമില്ലേ. അപ്പം ഇന്നതിന് നമ്മുടെ നാട്ടിൽ നിയമത്തിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും നമ്മുടെ മാതാപിതാക്കൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് മക്കൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മക്കൾ അവിടെ പോയി അഴിയുണ്ട്. അവിടെ സ്വർഗത്തിൽ നിങ്ങൾ പറഞ്ഞ നരകത്തിൽ കിട്ടേണ്ട സാധനം ഇവിടെ നമ്മുടെ ഇവിടുത്തെ ജയിലിൽ കിട്ടിക്കോളും. ഞാനിന്ന് നടന്നു വരുന്ന വഴിയിൽ കണ്ടൊരു കാഴ്ച നിങ്ങൾ നോക്ക്. ഞാൻ ഇന്ന് നടന്നു പോയ വഴിയിൽ കണ്ടൊരു കാഴ്ച നിങ്ങൾ ശ്രദ്ധിച്ചു. ഒരാള് മദ്യപിച്ച് വഴി കിടക്കുകയാണ്, ലക്കിട്ട് കിടക്കുകയാണ്, എന്തൊക്കെയോ അസഭ്യവും വിളിച്ചു പറയുന്നുണ്ട്. ഈ മനുഷ്യൻ ഇതൊക്കെ ചെയ്തു കൂട്ടുമ്പോഴും ഇത്തരം തിന്മകളിലേക്ക് പോകാതെ ധർമ്മനിഷ്ഠയോടുകൂടി സമൂഹത്തിന് ഉപദ്രവമില്ലാതെ ജീവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ. അങ്ങനെ ജീവിക്കുന്നവർക്ക് സ്വർഗം തരാമെന്നും ദൈവം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് ലഹരിയില്ലാത്ത മദ്യം തരാമെന്നും ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ലഹരിയില്ലാത്ത മദ്യവും ലഹരി ഉള്ളത് കൊണ്ടല്ലേ അതിനെ മദ്യം എന്ന് വിളിക്കുന്നത്. ലഹരി ഇല്ലെങ്കിൽ പിന്നെ അതെങ്ങനെയാണ് മദ്യമാകുന്നത്? അത് പച്ചവെള്ളം എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ. ലഹരി ഇല്ലാത്ത മദ്യം കൊടുക്കുന്നത്. പിന്നെ ഏതോ ഒരു ചേട്ടനാണെങ്കിൽ അടിച്ചു പോകുന്ന തെറ്റ് ഏതോ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി കിടക്കാണ്, അതെടുത്ത് വീഡിയോ എടുത്ത് എല്ലാവരെയും കാണിച്ചിട്ട് പറയാം ഇത് കണ്ടോ ഇങ്ങനെ തിന്മയുടെ പാതയിൽ സഞ്ചരിക്കുന്ന ഒരാളാണ്. അയാളുടെ ജീവിതത്തിൽ ഇപ്പം ഞാനൊരിക്കലും മദ്യത്തിനെ പ്രൊമോട്ടോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഈ പല ആൾക്കാരുടെ ലൈഫിൽ ഏറ്റവും വേസ്റ്റ് എവർ സിറ്റുവേഷനിലൂടെ അവർ ആ ഒരു കുറച്ച് സമയത്തേക്കെങ്കിലും ബോധമില്ലാതെ ഈ ഇതൊക്കെ മറക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ചെയ്യുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ ഞാൻ മദ്യത്തെ പ്രൊമോട്ട് കാര്യങ്ങളൊന്നും ചെയ്യുന്നതല്ല. അപ്പം അങ്ങനെ പുള്ളി ആർക്ക് ശല്യമില്ലാതെ ഒരു മൂലയിൽ ചടഞ്ഞുകൂടി കിടക്കുകയാണ്, അടിച്ച് ഫിറ്റായിട്ട് പാമ്പാണ്. ഇത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇന്ന് നിങ്ങൾ കണ്ടോ ഇങ്ങനെ ഒരാൾ തിന്മയുടെ പാതയിലാണ് സഞ്ചരിക്കുന്നത്, ഇയാൾ മറ്റേ നരകത്തിൽ പോകും, നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യരുതേ, ദൈവം നിങ്ങൾക്ക് ലഹരിയില്ലാത്ത മദ്യം സ്വർഗത്തിൽ പോയാൽ തരുമെന്ന്. ഇതൊക്കെ എന്ത് ഫൂളിഷ്നെസ് ആണെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, ഇവിടെ മദ്യപിച്ച് കഴിഞ്ഞാൽ അത് ശരീരത്തിന് ഹാനികരമാണെന്ന് ആ കുപ്പിയുടെ ബോട്ടിലിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് മനസ്സിലാവാത്ത ആൾക്കാരാണോ ഈ പറയുന്ന പോലെ സ്വർഗത്തിൽ നിങ്ങൾക്ക് ഇത് കിട്ടും, ഇത് നിങ്ങൾ മദ്യപിച്ച് കഴിഞ്ഞാൽ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ നരകത്തിൽ പോകുമെന്ന് പറയുന്നതാണോ അവർ കൂടുതൽ പേടി ഉണ്ടാവുക? അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചേക്കുന്ന ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ്, ക്യാൻസർ വരും, ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എഴുതി വെച്ചേക്കുന്നതായിരിക്കും അവർക്ക് കൂടുതൽ പേടി ഉണ്ടാക്കുക? ഒന്ന് ലോജിക്കലി ഒന്ന് ആലോചിച്ച് നോക്കുക. വിഭജിക്കരുതേ, ആ വിചാരം കൊണ്ട് വലിയൊരു കുടുംബം തകർന്നു പോകും എന്ന് മാത്രമല്ല നിങ്ങളുടെ സമാധാനവും സന്തോഷവും ഒക്കെ അതിനൊക്കെ അത് വിഘാതമുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തുപോലും പോകരുത്, വ്യഭിചാരത്തിലേക്ക് കൂട്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്. എന്നാൽ നിങ്ങൾക്ക് ഞാൻ വാഗ്ദാനം ചെയ്തു സ്വർഗമാണ്. നിങ്ങൾ രോഗികളെ ചേർത്ത് പിടിക്കണേ, അപരകളായ സ്ത്രീകളെ നിങ്ങൾ ചേർത്ത് പിടിക്കണേ. എന്തിനേറെ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിന്റെ 2.5% നിർബന്ധമായിട്ട് നിങ്ങൾ ദാനം ചെയ്യണേ, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുന്ന പറഞ്ഞു. അപ്പൊ സ്വർഗത്തിന്റെ അനുഭൂതികളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ അനുഭൂതി ലഭിക്കുന്നവനെ കുറിച്ച് കൂടി പറഞ്ഞെങ്കിലല്ലേ ആളുകൾക്കൊക്കെ ഇത് ബോധ്യമാകും. ഇത് മറച്ചു വെച്ചിട്ട് ഒരു കാര്യം മാത്രം പറയുന്നതിന്റെ പിന്നിൽ നമുക്ക് അത്തരമൊരു സമൂഹത്തെ പരിഹസിക്കുക എന്ന ലക്ഷ്യമുണ്ട്. അത്തരമൊരു സമൂഹത്തെ പരിഹസിക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ടെന്ന്
ഒരു സമൂഹത്തെ പൂർണ്ണമായിട്ടും പരിഹസിച്ചതായിട്ട് എനിക്കിതിവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ, സലീമേട്ടൻ പറഞ്ഞിട്ടുള്ള എന്താണ്, സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ പാലൊഴുകുന്ന നദിയുണ്ട്, മദ്യം ഒഴുകുന്ന നദിയുണ്ട്, തേനൊഴുകുന്ന നദിയുണ്ട്. ഇത് നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അത്യാവശ്യം ചിന്തിക്കാൻ ബോധമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും പറയുക. കാര്യം ഇത് കുറേ എന്താ പറയുക, ഇങ്ങനെ നിങ്ങൾ സ്വർഗത്തിൽ പോവും, നരകത്തിൽ പോവും. അന്ന് നമ്മുടെ പൂർവികന്മാർ സമൂഹമായിട്ട് ജീവിക്കാൻ തുടങ്ങിയ സമയത്ത് അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഈ നിയമമൊന്നും ഇങ്ങനെ വരാത്ത സമയത്തേക്ക് അന്ന് ഇതൊക്കെ ആവശ്യമായിരുന്നു അല്ലേ? സമൂഹത്തിൽ ഈ തെറ്റുകളിലൊക്കെ അധികം ആളുകൾ പോകാതിരിക്കാൻ അന്ന് ഇതൊക്കെ ആവശ്യമായിരുന്നു. അതിന് നമ്മുടെ നാട്ടിൽ നിയമമുണ്ട് അല്ലേ? തെറ്റുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും, സ്പോട്ടിൽ പണി കിട്ടും, നമ്മൾ ജയിലിനകത്താവും. അപ്പോൾ അതൊക്കെ വെച്ച് ഇങ്ങനെ ആലോചിച്ച് നോക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഫോളിഷ്നെസ് ആയിട്ടേ തോന്നുള്ളൂ. അതാണ് സലീമേട്ടൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞേക്കുന്ന പൊതുവായിട്ടൊരു സമൂഹത്തെ ആക്കി നിങ്ങൾ അങ്ങനെ ജനറലൈസ് അങ്ങനെ അങ്ങ് ആക്കി അടച്ചു വെച്ചു. നിങ്ങളതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് ആക്കി. ഇപ്പം നിങ്ങളുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിലും കുറേ ആൾക്കാരെ എനിക്ക് കാണാൻ പറ്റി. ഉസ്താദ് പറഞ്ഞത് നന്നായി, സലീം കുമാർ എന്ന് പറയുന്ന വ്യക്തിയോട് ഞങ്ങൾക്കാണെങ്കിൽ ഒരു ഇഷ്ടമുണ്ടായിരുന്നു, എന്തായാലും ഇത് കണ്ടതോടെ അത് മൊത്തത്തിൽ പോയി, ഇങ്ങനെ ഒരു വർത്താനം കേട്ടപ്പോൾ അത് മൊത്തത്തിൽ പോയി എന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പം ഈ സാധനം നിങ്ങൾ കൊണ്ടെത്തിച്ചത് നിങ്ങളുടെ മതത്തെ കച്ചവടം അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന പരിപാടികളാണ്. ഓക്കെ, ഒരു മതത്തിനും എതിരല്ല ഞാൻ, ഈ പറയുന്ന ഒരു വിശ്വാസങ്ങൾക്കും എതിരല്ല. എല്ലാവർക്കും ശാന്തിക്കും സമാധാനത്തിനും വേണ്ടിയിട്ട് കാണുന്ന ഈ സാധനങ്ങളൊക്കെ നിങ്ങളത് കീപ്പ് ചെയ്യണം, അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷേ ഇതിനെ കച്ചവടമാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം താങ്കൾ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാവേ. പ്രത്യേകം റസൂലുള്ള പറഞ്ഞു, ദോഷം പൊറുക്കലിനെ ഉദ്ദേശിച്ചു കൊണ്ട് കുടിച്ചോ. വെള്ളം കുടിച്ചിട്ട് ദോഷം പുറത്ത് കിട്ടുന്ന ഒരു സാധനം അള്ളാന്റെ ദുനിയാവിൽ ഇതേ ഉള്ളൂ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്താണോ നിങ്ങളുടെ ആവശ്യം ആ ഒരു നല്ല നിയ്യത്തിൽ ഇത് ഏറ്റെടുക്കാൻ, നല്ല നിയ്യത്തിൽ ഇത് കുടിച്ചാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കബൂലാക്കും. 200 സ്ക്വയർ ഫീറ്റ് ടൈൽസിന്റെ പൈസ കിട്ടണം. ഇവിടെ 10,000-3000 സ്ക്വയർ ഫീറ്റ് ടൈൽസിന് നിങ്ങൾക്ക് വിലയിട്ട് തന്നിട്ടുണ്ട്. നല്ല നിയ്യത്തോടുകൂടി ആത്മാർത്ഥമായിട്ടൊരു 200 സ്ക്വയർ ഫീറ്റ് ടൈൽസ്, സ്ക്വയർ ഫീറ്റ് വിലയിട്ടത് പണിക്കൂലി ഇല്ലാണ്ടാണ്. 50 റുപ്യ പോരാ പണിക്കൂലി അടക്കം സ്ക്വയർ ഫീറ്റിന്, എന്നാലും നിങ്ങൾക്ക് ലാഭമാണ്. അപ്പോൾ ആ ഒരു നല്ല നിയ്യത്തിൽ ഒരു 200 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഇട്ട വില അനുസരിച്ച് 10,000 റുപ്യ ഉണ്ടാവും അല്ലേ? ആരാ തരിക? നല്ല നിയ്യത്തോടെ, ഇഖ്ലാസോടെ, ആത്മാർത്ഥമായിട്ട് ആരംഭ റസൂലുള്ളാഹിൻ്റെ അടുത്തെത്തണം. ആരംഭ റസൂലുള്ളാഹിൻ്റെ അടുക്കലെത്തണം. പരിശുദ്ധ ഹറമിൽ ചെന്ന് ചേരണം. പരിശുദ്ധ ഉംറയും ഹജ്ജും ഒക്കെ നിർവഹിക്കാൻ ഒരു തൗഫീഖ് ഉണ്ടായി കിട്ടണം. അൽഹംദുലില്ലാ, ബിസ്മില്ലാ. ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്താനെ കൊണ്ട് ഈ സംസം എന്ന് പറയുന്ന വെള്ളം വാങ്ങിച്ച് കുടിച്ചാൽ മതി. ഓക്കെ, ഈ സംസം എന്ന് പറയുന്ന വെള്ളം എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ എന്ത് തരം വെള്ളമാണെങ്കിലും 10,000 രൂപ കൊടുത്തിട്ട് ഇങ്ങനൊരു സാധനം വാങ്ങാന്നൊക്കെ പറയുന്നത് അതിൻ്റെ ലോജിക്ക് എന്താണ്? 10,000 രൂപ. അപ്പം തന്നെ നിങ്ങൾ ആലോചിക്കുക, ഇതൊരു കച്ചവടമാണ്. ഓക്കെ, ഈ ദൈവത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ ഒരു കച്ചവടം മാത്രമാണ്. ഇന്നിപ്പോൾ ഈ ഒരു ഉസ്താദ് വരുമാനം ഉണ്ടാക്കുന്നത് ഈ വിശ്വാസത്തെ കച്ചവടം അല്ലെങ്കിൽ ഇതിനെ കച്ചവടം ചെയ്തിട്ട് തന്നെയല്ലേ നിങ്ങൾ ഈ പറയുന്ന വരുമാനം ഉണ്ടാക്കുന്നത്? അറിയാൻ മേലത്തോണ്ട് ചോദിക്കുക, അല്ലാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഡിസ്ട്രിക്ട് കളക്ടറോ കാര്യങ്ങളൊന്നും അല്ലല്ലോ നിങ്ങൾ. അപ്പം 10,000 രൂപയുടെ വെള്ളം, സംസം വെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലോജിക്ക് വേണ്ട. ഇത് വാങ്ങിച്ച് കുടിക്കുന്ന ആൾക്കാരുണ്ട്, തീവ്ര വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ഇത് വാങ്ങിച്ച് കുടിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ഈ പറയുന്ന ഈ മതത്തിൽ മാത്രം ഞാൻ പറഞ്ഞതല്ല, ഈ പറയുന്ന ഹിന്ദു മതത്തിലും ക്രിസ്ത്യൻ മതത്തിലാണെങ്കിലൊക്കെ ഈ പറയുന്ന പോലത്തെ ഓരോ റോങ് നമ്പറുകളുണ്ട്. എന്നാലും 10,000 രൂപയ്ക്ക് ഈ പറയുന്ന ഒരു വെള്ളം വാങ്ങിച്ച് കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഇച്ചിരി കൂടുതലല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഭക്തർക്ക് ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് അവർക്ക് നല്ലത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ വെള്ളം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്താൽ പോരെ? അല്ലെങ്കിൽ ഈ 10,000 രൂപയ്ക്ക് ഈ ഒരു കുപ്പി വെള്ളം വാങ്ങാന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ലോജിക്ക് എന്താണ്? ഇപ്പോൾ ഇപ്പുറത്ത് ഒരാൾ പറയുന്നത് നിങ്ങൾ തിന്മകൾ ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം, അവിടെ നിങ്ങൾ ഈ പറയുന്ന പോലെ പറയുന്ന പാലിൻ്റെ നദിയുണ്ട്, തേനിൻ്റെ നദിയുണ്ട്, മദ്യത്തിൻ്റെ നദിയുണ്ട് എന്നൊക്കെ പറയുന്നു. അവിടോട്ട് നിങ്ങൾ പോകാൻ ഇപ്പോൾ ഏതെങ്കിലും തിന്മകളൊക്കെ ചെയ്തു എന്നൊരു ഡൗട്ടുള്ള ആൾക്കാർ പിന്നീട് 10,000 രൂപ കൊടുത്തിട്ട് ഈ വെള്ളം വാങ്ങാൻ വരുന്നത്. ഇത് ബിസിനസ്സാണ്, ഇത് മാർക്കറ്റിംഗ് ആണ്, പക്ക മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പിന്നീട് നേരെ ജനറലൈസ് ചെയ്ത് വെച്ചിട്ട് പുള്ളി പറയുന്നൊരു സാധനമാണ്. അതുപോലെ സലീം കുമാർ പൊതുവായിട്ട് എല്ലാവരും ഇങ്ങനെ അടച്ചാക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, ഇനി ഇതൊന്നുമില്ല എന്ന് പറയുന്നവർ, ഈ സ്വർഗമില്ല, അതിനുവേണ്ടി ആരും ധർമ്മം ചെയ്യേണ്ട എന്ന് പറയുന്നവർ, ഇവർ ഓരോരുത്തരെയും അവർ മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രം എന്താണെന്ന് നിങ്ങളൊന്ന് സമഗ്രമായി പഠിച്ചു. ഈ സ്വർഗത്തെക്കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും ആക്ഷേപിക്കുന്ന മനുഷ്യർ ഇവിടെ ഉണ്ടാക്കി തീർത്ത പുതിയ ബദൽ സംവിധാനം എന്തൊക്കെയാണ്, പുതിയ ആശയങ്ങൾ എന്തൊക്കെയാണ്? കൺസെന്റ് ഉണ്ടെങ്കിൽ സ്വന്തം പെങ്ങളെ, സ്വന്തം മാതാവിനെ വരെ ഭോഗിക്കാമെന്ന് പറഞ്ഞ ആളുകൾ വിടില്ലേ?
ഈ വായി വരുന്ന തെമ്മാടിത്തരം പറയുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ. നിങ്ങളൊരു ഉസ്താദാണോ? നിങ്ങളുടെ വായിൽ നിന്ന് വരേണ്ട ഒരു വർത്താനമാണോ ഇത്? നിങ്ങളിങ്ങനെ അത്യാവശ്യം എന്താ പറയുക, ഭക്തർക്ക് ഈ പറയുന്ന നിങ്ങളുടെ ഈ ഒരു വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഉസ്താദ് വന്നിരുന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? അതായത് ഇതിൽ വിശ്വസിക്കാത്ത, സ്വർഗത്തിൽ കാര്യത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ സ്വന്തം അമ്മയെയും പെങ്ങളെയും ഒക്കെ ഭോഗിക്കുന്ന ആളുകളാണ്. എന്ത് തെമ്മാടിത്തരമാണ് നിങ്ങൾ ഈ വിളിച്ച് പറയുന്നത്? എന്ത് തോന്നിവാസമാണ് നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത്? അതായത് സലീം കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പറയുന്ന സ്വർഗത്തിലോ ഈ കാര്യങ്ങൾക്കൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾ സ്വന്തം അമ്മയെയും ഈ പറയുന്ന പെങ്ങളെയും ഭോഗിക്കുന്ന ഒരാളാണെന്ന്. എത്ര തെമ്മാടിത്തരം, എന്ത് തോന്നിവാസമാണ് നിങ്ങൾ ഈ വിളിച്ച് പറഞ്ഞേക്കുന്നത്? ഇപ്പം ഇത് വിശ്വസിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഇപ്പം അയ്യോ ഈ പുള്ളി പറഞ്ഞത് ശരിയാണല്ലോ, അപ്പം ഇങ്ങനെ നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ അമ്മയും പെങ്ങളെയും ഭോഗിക്കുന്ന ആൾക്കാരായിട്ട് മാറുമല്ലോ, അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വിശ്വാസികളായിട്ട് മാറിയേക്കാം. അപ്പം 10,000 രൂപയുടെ വെള്ളം വാങ്ങിച്ചു കുടിക്കാം, അങ്ങനെ കുറേ ബിസിനസ് കാര്യങ്ങളൊക്കെ നടത്താം. നിങ്ങൾ ബാക്കി നിങ്ങളുടെ എല്ലാ സൈഡും ഓക്കെ. നിങ്ങൾ പറയുന്നൊരു സാധനമാണ് ഇതിൽ വിശ്വസിക്കാത്ത ആളുകൾ സ്വന്തം അമ്മയും പെങ്ങളെയും ഭോഗിക്കുന്ന ആൾക്കാരാണെന്ന്. എങ്ങനെ മനസ്സ് വരുന്നത് നിങ്ങൾക്ക്? നിങ്ങളൊരു ഉസ്താദാണോ? നിങ്ങൾ ശരിയായിട്ടുള്ളൊരു ഉസ്താദാണോ? ഇപ്പോഴും നിങ്ങളെ പൊക്കി പിടിച്ചിട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഒരു ഉസ്താദിന്റെ വായിൽ നിന്ന് വരേണ്ടുന്ന വാക്കുകളാണോ ഇത്? ഇതിൽ വിശ്വസിക്കാത്ത ആളുകൾ സ്വന്തം അമ്മയെയും പെങ്ങളെയും ബോധിക്കുന്ന ആൾക്കാരാണെന്ന് പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞത്, മനുഷ്യൻ മരിക്കുന്ന സമയത്തുമ്പോഴും മനുഷ്യന് 2 ഉഹുദ് മല, 2 സ്വർണ്ണമല ഉണ്ടെങ്കിൽ പോലും അവൻ മൂന്നാമതൊരു മലക്ക് വേണ്ടി അവൻ ആഗ്രഹിക്കും. അത്രയും ആർത്തിയുള്ളവനാണ് മനുഷ്യൻ. ഇങ്ങനെ പലതിനോടും ആഗ്രഹവും ആർത്തിയുള്ള മനുഷ്യൻ ഈ ഭൂമിയിലുള്ളതിനേക്കാൾ അനുഭൂതിയുള്ള, നീ ആഗ്രഹിക്കുന്നതിന്റെ ഏറ്റവും പാരമ്യം നിനക്ക് തരാം. പക്ഷെ നീ ഒരു കാര്യമുണ്ട്, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തിന്മയെ നീ വെടിയണം, അധർമ്മത്തെ നീ വെടിയണം. ആ അധർമ്മത്തെ നീ വെടിഞ്ഞാൽ നീ എന്താണോ നീ ഒഴിവാക്കിയത്, നീ മദ്യത്തിനെയാണോ നീ ഒഴിവാക്കിയത്, നീ പെണ്ണിനെയാണോ നീ ഒഴിവാക്കിയത്, നീ അക്രമത്തെയാണോ നീ ഒഴിവാക്കിയത്, എങ്കിൽ നിനക്ക് ഏറ്റവും നല്ല വിഭവങ്ങൾ, ഈ ഒഴിവാക്കിയതിന്റെ പേരിൽ ഏറ്റവും നല്ല വിഭവങ്ങൾ നിനക്ക് മറ്റൊരു ലോകത്ത് തരാമെന്നാണ് വേദങ്ങൾ മനുഷ്യരോട് കൽപ്പിച്ചത്. അതെ. ഇവിടെ നിങ്ങൾ എന്തൊഴിവാക്കുന്നു അതിന് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും. നിങ്ങളിവിടെ മദ്യം ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കാണെങ്കിൽ ലഹരിയില്ലാത്ത മദ്യം കിട്ടും. ഇവിടെ പെണ്ണിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കപ്പം എന്താണ് കിട്ടുന്നത്? ഇതിനൊക്കെ എന്ത് എക്സാമ്പിളാണ് നിങ്ങൾ ഇതിനെ പറയാൻ പോകുന്നത്? അവിടെ പോകുമ്പോൾ അപ്പോൾ പെണ്ണിന് പകരം മറ്റെന്താണ് അവിടെ കിട്ടാൻ പോകുന്നത്? കൃത്യമായിട്ടുള്ള ഉത്തരം നിങ്ങൾ പറയണം ഉസ്താദെ. ഓക്കെ, സോ ഇതിൽ വിശ്വസിച്ചില്ല എന്നുണ്ടെങ്കിൽ നേരെ അവരെല്ലാം അമ്മയും പെങ്ങളെയും ഭോഗിക്കുന്ന ആൾക്കാരാണെന്ന്. ഒരു ഉസ്താദിന്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളാണിത്. ഇവിടെ കിട്ടാത്തതാണ് അവിടെ കിട്ടുന്നത്. കിട്ടേണ്ടത് ഇവിടെയാണ്. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്താണ് കിട്ടേണ്ട സാധനങ്ങളൊക്കെ കിട്ടേണ്ടത്. അവിടെ പോയിട്ട് കിട്ടുമെന്നുള്ളത്. നിങ്ങൾ അവിടെ പോയിട്ട് ടൂറിന് പോയിട്ട് വന്നിട്ട് പറയുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ? നിങ്ങൾ എവിടെയെങ്കിലും ഒരു തവണയെങ്കിലും സ്വർഗത്തിൽ പോയിട്ട് വന്നിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുള്ള അറിവുകളാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങളൊരു ഉസ്താദാണ്. നിങ്ങൾ ആ ഒരു മതത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ആളുകൾക്ക് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യേണ്ട ഒരു ജോലിയാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ളത്. അല്ലാതെ ഇമാതിരി തെമ്മാടിത്തരമല്ല വിളിച്ച് പറയേണ്ടത്. നിങ്ങൾ പറയേണ്ടത് എന്തായിരുന്നു? ഇപ്പം സലീം കുമാറിനെ പോലെ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ എല്ലാവരെയും ജനറലൈസ് ചെയ്ത് ആരും അങ്ങനെ കാണരുത് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ വിശ്വാസമില്ലാത്ത, ഈ സ്വർഗത്തിൽ ഈ കാര്യങ്ങളൊന്നും വിശ്വാസമില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസമായിട്ട് നടന്നോളൂ. ബാക്കിയുള്ളവർക്ക് നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നില്ല, നിങ്ങൾ നമ്മളെ ഉപദ്രവിക്കാൻ വരരുത്, അങ്ങനെ നമുക്ക് പോകാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാം. പക്ഷേ നിങ്ങൾ പറഞ്ഞൊരു സാധനം എന്താണ്? ഇതിൽ വിശ്വാസമില്ലാത്ത ആളുകൾ ഈ പറയുന്നത് സ്വന്തം അമ്മയും പെങ്ങളെ ഭോഗിക്കുന്ന ആൾക്കാരാണ്. അതാണ് അവരുടെ പ്രത്യയശാസ്ത്രമെന്ന്. നിങ്ങളുടെ പ്രത്യയശാസ്ത്രം എന്താണ്? ഈ പറയുന്ന പോലെ ഇതെല്ലാം വിശ്വാസികളെ കുറേ പേരെ കൊണ്ടുവന്നിട്ട് അവിടുന്ന് 10,000 രൂപയ്ക്ക് വെള്ളം കൊടുക്കുന്ന പോലത്തെ മാർക്കറ്റിംഗ് നടത്തിയിട്ട് ഇമാതിരി തെമ്മാടിത്തരം വിളിച്ച് പറയുന്നതാണോ നിങ്ങളുടെ പ്രത്യയശാസ്ത്രം? പറയണം ഉസ്താദേ മറുപടി.